ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ട് എന്നാണ്. അത് UDF നേരത്തെ ആരോപിച്ചിരുന്നു, അതിപ്പോൾ കോടതി ശരിവെച്ചിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ കോടതി നിശ്ചയിച്ച ടീമാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്, പക്ഷെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നത്? അല്ല, അത് കേവല യുക്തിയല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം, SIT അന്വേഷണം നടക്കുന്നു. ആ SITയിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പേറോളിലുള്ള ഉദ്യോഗസ്ഥരാണ്, കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ്. ഇന്ദിരാഭവനിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഈ അന്വേഷണം വഴിതെറ്റില്ലല്ലോ. ഞങ്ങളല്ലല്ലോ കേരളം 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള പാർട്ടിയല്ലേ. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം വഴിതെറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഏത് ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയാലാണ് ഈ അന്വേഷണം വഴിതെറ്റുക? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വഴിതെറ്റുകയും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നത്. വൻ തോക്കുകളിലേക്ക് എത്തരുത് എന്ന് നിർബന്ധം അവർക്കാണുള്ളത്, മറ്റാർക്കാ ഉള്ളത്? ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ടവർ, CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ ഈ നിമിഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം വരെ പത്മകുമാറിനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഈ നിമിഷം വരെ വാസുവിനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? എന്തേ അവർ ചെയ്യാത്തത്? ജയിലിൽ കിടക്കുകയല്ലേ? എത്ര ദിവസമായി കൊട്ടാരക്കര ജയിലിൽ 2 പേരും കിടക്കുന്നു. ഈ 2 പേരെയും തള്ളിപ്പറയാൻ എന്താണ് നിങ്ങൾക്ക് ഇനിയും പ്രശ്നമുള്ളത്? ഇവരെ പാർട്ടി നടപടിയെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇനി തടസ്സമുള്ളത്? അപ്പോൾ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ തന്നെ പോലീസ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജയിലിൽ അടച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നു. ഇത് എന്തൊരു വൈരുദ്ധ്യമാണ്! അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഈ അന്വേഷണം ശരിയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ പക്ഷപാതപരമായി പെരുമാറുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടം ശരിയല്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അതുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പരസ്പര വൈരുദ്ധ്യത്താൽ നിറഞ്ഞ ഒരു നിലപാടുമായിട്ട് CPM മുന്നോട്ട് പോകുന്നത്, അവർക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് കണ്ടില്ല, ഇപ്പൊ വഴിയിൽ പോകുന്നവന്റെ മുഴുവൻ നെഞ്ചത്ത് കയറുകയാണ്. പാരഡി പാട്ട് പാടിയവന്റെ നെഞ്ചത്തല്ല ഇപ്പൊ കയറുന്ന ഏറ്റവും അവസാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പാരഡി എഴുതി ഉണ്ടാക്കിയ ആളുകൾക്ക് നേരെ എന്ത് നികൃഷ്ടമായ രീതിയിലാണ് വർഗീയ പ്രചരണം നടത്തിയത്. ആ പാരഡി എഴുതിയത് 4 മുസ്ലിങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടായി പോയി എന്നുള്ളതിന്റെ പേരിൽ സംസ്ഥാനത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ഏറ്റവും നികൃഷ്ടമായ ശ്രമം ഇവർ നടത്തിയില്ലേ? അതിന്റെ പേരിൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം നേരിട്ടിട്ടല്ലേ അതിന്റെ യുദ്ധത്തിന് ഇറങ്ങിയത്? എന്ത് നെറികെട്ട രീതിയിലാണ് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ CPM ശ്രമിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മരുതമലൈ മാമണിയെ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഭക്തിഗാനമുണ്ട്. അതാണ് പണ്ട് VD രാജപ്പൻ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരെ എന്ന് പറഞ്ഞുകൊണ്ട് പാരഡി എഴുതിയത്. ഇപ്പൊ ഇന്നായിരുന്നെങ്കിൽ VD രാജപ്പനെതിരെ മുൻകാല പ്രാബല്യത്തോടെ കേസെടുക്കുമായിരുന്നില്ലേ? VD രാജപ്പനെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ? അപ്പൊ ഈ സംസ്ഥാനത്ത് എത്രയോ ഭക്തിഗാനങ്ങളുടെ പാരഡി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ പാരഡി എഴുതിയവരെ മുഴുവൻ കേസിലെ പ്രതിയാക്കി ജയിലടക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അത് കേവലം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശബരിമല പ്രക്ഷോഭവുമായി, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നടന്ന പ്രക്ഷോഭത്തിൽ ജയിലിൽ പോയ ആളാണ് ഞാൻ. എൻ്റെ കൂടെ പ്രക്ഷോഭത്തിന് ജയിലിൽ വന്നവരിൽ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്നുള്ളതിന്റെ പേരിൽ പത്തനംതിട്ട ടൗണിനകത്ത് സമ്മേളനം വിളിച്ച് CPM സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് ആക്രമിക്കാൻ സന്ദീപ് വാര്യർ മുസ്ലിങ്ങളെ കൊണ്ടും ക്രിസ്ത്യാനികളെ കൊണ്ടും വന്നു എന്ന് പറഞ്ഞവരാണ് CPMകാർ. അത്ര നാണം കെട്ട രീതിയിൽ പത്തനംതിട്ടയിൽ വർഗീയ പ്രചരണം നടത്തിയവരാണ്. നിങ്ങൾക്കറിയോ, ആ പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള മുസ്ലിം ക്രൈസ്തവ വിശ്വാസികളും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ അവരുടെയൊക്കെ പ്രദേശങ്ങളിൽ പോയി വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തി. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവരുടെയൊക്കെ വാർഡിൽ പോയി അവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ, അയ്യപ്പ വിശ്വാസികളെ വോട്ട് അവർക്ക് എതിരാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായി. അവിടെ പത്തനംതിട്ട ടൗണിൽ പൊതുയോഗം നടത്തി പറഞ്ഞതേ ഇവര്. അപ്പൊ ഈ ശബരിമല വിഷയത്തെ മതവർഗീയമായിട്ട് ഭിന്നിപ്പിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ ഇതിനെ ഉപയോഗിച്ചവരാണ് CPMകാർ. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇതിലെ പരാമർശം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. UDF ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും ശരിവെക്കുന്നതാണ്. പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ആ അന്വേഷണം തടയാൻ വേണ്ടി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് മറ്റൊരു തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ പരാമർശം സൂചിപ്പിക്കുന്നത്. UDF ആദ്യമേ ഉന്നയിച്ചിരുന്നു, ഈ അന്വേഷണ സംഘത്തിന് മേൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടാകുമെന്നുള്ള ഭയം ഞങ്ങൾ ആദ്യമേ പ്രകടിപ്പിച്ചിരുന്നു. അത് പൂർണ്ണമായും ഇപ്പൊ ശരിവെക്കുകയാണ്. ഈ അന്വേഷണം കുറച്ച് ദിവസമായി ബ്ലോക്കായി നിൽക്കുകയാണല്ലോ. എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമ്പോൾ അത് സംസ്ഥാന മുഖ്യമന്ത്രി ഓഫീസിലേക്കാണ് ആ ബ്ലോക്ക് ചെന്നെത്തിച്ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.